SWOT analysis of Indian venture capital. വെഞ്ചർ ക്യാപിറ്റലിൻ്റെ SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ആണ് ഇതിൽ അനലൈസ് ചെയ്യുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമീസ്, ഹൈ ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ ഗ്രോത്ത്. ഡൊമസ്റ്റിക് കൺസംഷൻ തന്നെ ഹൈ ആയിട്ടുള്ളതാണ്. ഫാസ്റ്റ് ഗ്രോയിങ് ഇക്കണോമീസ് ആണ്, അതായത് നല്ല ഗ്രോത്ത് ഉള്ള ബിസിനസ്സുകളാണ് വെഞ്ചർ ക്യാപിറ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെഞ്ചർ എൻ്റർപ്രൈസസ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രോങ് ഓൺട്രപ്രണർ ഇക്കോസിസ്റ്റം ആൻഡ് പ്രൈവറ്റ് സെക്ടർ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണർ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കും. പിന്നെ VCPE ഇൻവെസ്റ്റിംഗ് ഗ്രോയിങ് 63%. VCE എന്ന് പറഞ്ഞാൽ വെർച്വൽ കസ്റ്റമർ പ്രിമൈസ് എക്യുപ്മെൻറ്റ്സ്, അതായത് ബില്യൺ കണക്കിന് വെർച്വൽ കസ്റ്റമറായിട്ടുള്ള പ്രിമൈസസ് എക്യുപ്മെൻറ്റ്സ് ആണ് അതിൽ വരുന്നത്. അതായത് നമ്മൾ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിലൂടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്, ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ള ബിസിനസ്സുകൾ. പിന്നെ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്, അതായത് വെർച്വൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും. ഹൈ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ, അവിടെ മെയിനായിട്ട് വരുന്നത് ഇൻ്റലക്ച്വൽ ക്യാപിറ്റലാണ് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള പുതിയ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ, നമ്മളുടെ പുതിയ പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ലീഡിങ് ടു എമർജൻസ് ഓഫ് VC ഹോട്ട്സ്പോട്ട്സ്, VC വെഞ്ചർ ക്യാപിറ്റൽ ഹോട്ട്സ്പോട്ട്സ്, ബാംഗ്ലൂരൊക്കെ അങ്ങനത്തെ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹോട്ട്സ്പോട്ടുകൾ. ആക്റ്റീവ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ട്രാൻസാക്ഷൻ മാർക്കറ്റ് ഫെസിലിറ്റി, എക്സിറ്റ് ഓപ്ഷൻസ്. ഇക്വിറ്റി ക്യാപിറ്റൽ, അത് കഴിഞ്ഞ് നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ, അതായത് കമ്പനിയുടെ ഓണേഴ്സായിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് എക്സിറ്റ് ചെയ്യാനായിട്ട് വേണ്ടാന്ന് വെക്കാനും പറ്റും. വൈബ്രൻറ്റ് CPE മാർക്കറ്റ്, മോർ ദാൻ 250 GPS, ദെൻ ലാർജസ്റ്റ് ഗ്ലോബൽ ഫണ്ട്സ്. വൈബ്രൻറ്റ് VCE വെർച്വൽ കസ്റ്റമർ പ്രിമൈസ് എക്യുപ്മെൻറ്റ്സ് ആണത്. ദെൻ മോർ ദാൻ 250 GPS, അതായത് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റമാണ്. അത് പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ പല ഏരിയാസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു കൺട്രിയിൽ നിന്ന് മാത്രമല്ല, പല കൺട്രികളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. വീക്ക്നെസ്സസ്, റെഗുലേറ്ററി റെസ്ട്രിക്ഷൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടൺ സെക്ടേഴ്സ്. ചില സ്ഥലങ്ങളിലൊക്കെ ചില കൺട്രിയിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും സ്വീകരിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ട്. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഡെറ്റ് ഫോർ ട്രാൻസാക്ഷൻസ്, ഡെറ്റ് കിട്ടാനാണ്. ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് മാത്രമേ കൊടുക്കണ്ടോ, അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്ക് ഡെറ്റ് റേസ് ചെയ്യാന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ വെഞ്ചർ ക്യാപിറ്റലിൽ പറ്റില്ല. ഓപ്പർച്യൂണിറ്റീസ്, സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഇൻ ഡിസ്പെൻസബിൾ ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതിന് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഉണ്ടാവും, നമുക്ക് ഡിസ്പെൻസബിൾ ഇൻകം കൂടുതലായിട്ട് കിട്ടുന്ന ബിസിനസ്സാണ്. ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ കോർ സെക്ടേഴ്സ്, മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിങ്, ഹെൽത്ത് കെയറിലൊക്കെയാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നത്. ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ അറ്റ് എ ടൈം പല സ്ഥലങ്ങളിലായിട്ട് 10 ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു പ്രത്യേക ഇപ്പോൾ കണ്ണിൻ്റെ ഒപ്റ്റോമെട്രിയുടെ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയബറ്റിക് സെൻറ്റേഴ്സ് തുടങ്ങുക, അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ ഡയാലിസിസ് സെൻറ്ററുകൾ തുടങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട്. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റേബിൾ ഗവൺമെൻറ് വിത്ത് ലോങ് ടേം സെക്യൂർ ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസാണ്. ഇനി ത്രെഡ്സ്, കോമ്പറ്റീഷൻ, എമർജിങ് നാഷൻസ്, പല കൺട്രികളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. പ്രപ്പോസ്ഡ് വൈഡ് സ്പ്രെഡ് റെഗുലേറ്ററി ടാക്സ് പോളിസി നോട്ട് ക്ലിയർ ടു ഔട്ട്ലുക്ക്, വളരെയധികം ടാക്സ് പോളിസീസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഹൈറ്റ് ആൻഡ് PE ഇൻട്രസ്റ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ബ്രോഡ് ബേസ്ഡ് ഇക്കണോമിക് ഗ്രോത്ത്, സ്റ്റേബിൾ ഗവൺമെൻറ് ആൻഡ് സ്ട്രോങ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഇതിൽ സ്റ്റേബിൾ ഗവൺമെൻറ്റും സ്ട്രോങ് ക്യാപിറ്റൽ മാർക്കറ്റും ഉള്ള കാരണം നമുക്ക് എളുപ്പത്തിൽ അത് നേടാനൊന്നും പറ്റില്ല. കൃത്യമായ ഡാറ്റയും കാര്യങ്ങളും, അതായത് അതിൻ്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും അറിഞ്ഞിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് അത് എൻ്റർ ചെയ്യാനായിട്ട്, ആ ടൈപ്പ് ഓഫ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്രോത്ത് ക്യാപിറ്റൽ മൈനോറിറ്റി ഡീൽസ് എക്സ്പെക്റ്റഡ് ടു റിമെയിൻ മേജർ തീം ഓഫ് ബൈ ഔട്ട്സ് ആൻഡ് സ്റ്റിൽ റെയർ. അതായത് ക്യാപിറ്റൽ മൈനോറിറ്റി ഡീൽ ചെയ്യുന്ന, അതായത് റിമെയിൻ മേജർ തീം, മെയിനായിട്ട് ബൈ ഔട്ട്സ്, അതായത് അവസാനിപ്പിക്കുന്നത് കാര്യമായിട്ടൊന്നും ഇല്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ കൂടുതൽ റേസ് ചെയ്തിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അതാണ് ഒരു ത്രെഡ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ അപ്ഡേഷനുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അപ്ഡേഷൻസൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. ഓക്കെ.